പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ 2018 മഹാപ്രളയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്പോര്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും കരിമണൽ ലോബിക്ക് വേണ്ടിയാണ് പ്രളയം ഉണ്ടാക്കിയതെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. മാത്യു ടി തോമസിനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. അതിന് എത്ര രൂപ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്ങനെ കിട്ടും? 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചു. അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചു. ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിൽ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഉത്തരവിറക്കിയത് പിണറായി വിജയൻ. വെള്ളം റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞത് മാത്യു ടി തോമസ്. ഇത് ചെറിയതല്ല. ഇത് 1-2 കോടിയുടെ 5-10 കോടിയുടെ ഏർപ്പാടല്ല. ഹൺഡ്രഡ്സ് ഓഫ് ക്രോഡ്സിന്റെ ഇടപാടാണ്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭമുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ശബ്ദരേഖ കൃത്രിമമാണ് എന്നാണ് കൃഷ്ണൻകുട്ടിയുടെ മാത്യു ടി തോമസിന്റെ മറുപടി. കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഉള്ളത് കൊണ്ട് എന്താണെന്നുള്ളതിന് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ശ്രദ്ധയുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലേ ലക്ഷ്യമുണ്ടല്ലോ, മാത്യു ടിയെ ഒന്ന് മോശമാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല. അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? സ്വാഭാവിക ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PA ഉള്ളത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാലോ. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ IIT കുറിച്ച് അന്വേഷിക്കാൻ പറ്റല്ലോ. IIT ഞങ്ങളുടെ കീഴിലല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കീഴിലല്ലേ. അവർ വളരെ വിശദമായ റിപ്പോർട്ട് അന്വേഷിച്ചിട്ട് മഴക്കെടുതിയാണെന്ന് കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ.